പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചനത്തിലൂടെ നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 56-ാം തിരുവചനം. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയെ ഒന്ന് നമുക്ക് ധ്യാന വിഷയമാകാം. ഈ വചനം തിരുവചനത്തിൽ നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കുന്ന വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഒന്ന് ആഴത്തിൽ മനസ്സിലാക്കി കുർബാനയോട് കൂടുതൽ ഭക്തിയുള്ളവരാകുവാനും കുർബാനയെ സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കണം. നമുക്കറിയാം, അപ്പത്തിൻ്റെ ഭവനമെന്നറിയപ്പെടുന്ന ബെത്ലഹേമിൽ ജനിച്ചവനാണ് കർത്താവായ യേശുക്രിസ്തു. അവൻ്റെ പരസ്യ ജീവിത സമയത്ത് 5 അപ്പവും 2 മത്സ്യവും വർദ്ധിപ്പിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ മുന്നറിയിപ്പ് നൽകിയ ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു. സഹിയോൻ ഊട്ടുശാലയിൽ പതിവ് പോലെ വർഷം തോറും ആചരിക്കുന്ന പെസഹ ആചരണം ഒരു പുതിയ പെസഹായ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അപ്പമായി മാറിയ ദിവ്യകാരുണ്യമായ ഈശോയെയാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. പെസഹ തിരുനാളിൻ്റെ ദിവസം ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി സ്നേഹത്തിൻ്റെ കൽപ്പന പഠിപ്പിച്ച്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവനെന്ന് പറഞ്ഞ് കാൽവരിയിലെ കുരിശിൽ സ്വയം ബലിയായി മുറിച്ച് നൽകിക്കൊണ്ട് ഇതുപോലെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ ഈശോയാണ് ദിവ്യകാരുണ്യത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. ആ ഈശോയെ കണ്ടുമുട്ടി അവനുമായി ഒന്നായി ഐക്യപ്പെടുമ്പോഴാണ് നമുക്ക് ജീവൻ ഉണ്ടാകുന്നത്. ഇന്ന് വിശുദ്ധ കുർബാന ഒരു കാഴ്ചയായി ഒക്കെ തരം താഴുവാൻ നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, അത് തിരിച്ചു പിടിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. നമ്മുടെ ഫ്രാൻസിസ് പാപ്പ അദ്ദേഹം പറയുന്നത്, സ്വർഗവും ഭൂമിയും ഒന്നാകുന്ന ബിന്ദുവാണ് വിശുദ്ധ കുർബാന. അത് സമസ്തവും ആശ്ലേഷിക്കുന്നു, സകലതിലും കുടികൊള്ളുന്നു. സ്വർഗവും ഭൂമിയും ഒന്നാകുന്ന ബിന്ദുവാണ് ദിവ്യകാരുണ്യം എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതമെന്ന് പറയുന്നത് സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ്. ഈ യാത്രയിൽ വഴിതെറ്റാതിരിക്കണമെങ്കിൽ ദിവ്യകാരുണ്യവുമായി ആഴമായ ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ പുലർത്തുവാനായിട്ട് സാധിക്കണം. ഇന്ന് പലരും വിശുദ്ധ കുർബാനയെ വികലമാക്കുന്ന രീതിയിലാണ് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ പോലും വരുന്നത്. കുർബാന ആരംഭിച്ച് പകുതിയാകുമ്പോൾ കയറി വരുന്നു. കുർബാനയിൽ പങ്കെടുക്കുന്ന സമയം അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് പകുതി വെച്ച് ഇറങ്ങിപ്പോകുന്നു. വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ട് അതിൻ്റെ പൂർണ്ണത ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കുന്നതിലൂടെയാണെന്നുള്ള തിരിച്ചറിവില്ലാതെ കണ്ട് എന്തോ പൂർത്തീകരിച്ചു എന്നുള്ള ചിന്തയോടെ ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കാതെ പോകുന്നു. ഇതൊക്കെ ദിവ്യകാരുണ്യത്തോടുള്ള നമ്മുടെ തെറ്റായ മനോഭാവങ്ങളും സമീപനവുമാണെന്ന് ഈ ദിനത്തിൽ നമ്മൾ തിരിച്ചറിയണം. ദിവ്യകാരുണ്യ സ്വീകരണം സ്വർഗത്തിലേക്കുള്ള സുരക്ഷിതമായ പാതയെന്നാണ് 10-ാം പിയൂസ് പാപ്പ പറയുന്നത്. വിശുദ്ധ കുർബാനയുടെ മാർപ്പാപ്പ എന്നാണ് അദ്ദേഹത്തെ പറയുന്നത്. വിശുദ്ധ പാപ്പ പറയുകയാണ്, സ്വർഗത്തിൽ എത്തിച്ചേരുവാനായിട്ടുള്ള സുരക്ഷിതവും എളുപ്പവുമായ മാർഗം വിശുദ്ധ കുർബാനയാണ്. കാരണം കുർബാനയിലെ ഈശോയെ സ്വന്തമാക്കി കുർബാനയായി നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് മുറിച്ചു കൊടുക്കുക, കുടുംബ ബന്ധങ്ങളിൽ മറ്റുള്ളവർക്കായിട്ട് ദിവ്യകാരുണ്യമായിട്ട് മുറിച്ചു കൊടുക്കപ്പെടുമ്പോൾ നമ്മൾ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ ഓരോ പടിയും ചവിട്ടി മുന്നേറുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 54 ഈശോ പറയുന്നുണ്ട്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. വിശുദ്ധ കുർബാനയിലൂടെയുള്ള ഈശോയുമായുള്ള ബന്ധമാണ് നിത്യതയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അത് ഈശോ തന്നെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ദമാസ്കസിലെ വിശുദ്ധ യോഹന്നാൻ ഇപ്രകാരമാണ് കുർബാനയെക്കുറിച്ച് പറയുന്നത്, അന്ധകാരത്തിൽ ദൈവം പറഞ്ഞു പ്രകാശമുണ്ടാകട്ടെ,
അതുണ്ടായി. ശൂന്യതയിൽ ദൈവം പറഞ്ഞു, ആകാശവും ഭൂമിയും ഉണ്ടാകട്ടെ, അതുണ്ടായി. ആ ദൈവം തന്നെ അപ്പമെടുത്തിട്ട് പറഞ്ഞു, ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം. നമുക്കറിയാം, പ്രപഞ്ചത്തെ മുഴുവനും ദൈവം വചനത്താൽ സൃഷ്ടിച്ച ആ വചനം തന്നെയാണ് ഓരോ വിശുദ്ധ കുർബാനയിലും ഇതെൻ്റെ ശരീരമെന്ന് പറയുമ്പോൾ അവൻ്റെ ശരീരമായി വിശുദ്ധ കുർബാനയായി നമ്മുടെ മുമ്പിൽ അവൻ മാറുന്നത്. വിശുദ്ധ ജോൺ മേരി വിയാനി ഇപ്രകാരം പറയുന്നുണ്ട്, പുരോഹിതരുടെ മധ്യസ്ഥനാണ്, വിശുദ്ധ കുർബാനയുടെ ശക്തി ആഴമായി അനുഭവിച്ച ഒരു വിശുദ്ധനാണ്. ആഴ്സിൽ ദുർനടപ്പുകാരുടെ താവളമായ ആ ഇടവകയിൽ വിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ ആ ഇടവകയെ തിരിച്ചു പിടിക്കുവാൻ ജോൺ മേരി വിയാനിക്ക് സാധിച്ചു. അത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ പാഠവുമോ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ടെക്നിക്കുകളോ ഒന്നുമായിരുന്നില്ല. ദൈവത്തെ നിഷേധിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു കിടന്ന ഒരു ഇടവക സമൂഹത്തെ മുഴുവനും വിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ ചേർത്ത് പിടിച്ച് ഒരു തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നത് പോലെ ജോൺ മേരി വിയാനി ആ ഇടവകയെ മുഴുവനും ദിവ്യകാരുണ്യ ഈശോയുടെ ശക്തിയിൽ ചേർത്ത് പിടിച്ച വിശുദ്ധനാണ് ജോൺ മേരി വിയാനി. അദ്ദേഹം വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുകയാണ്, ഈ ലോകത്തിലെ മുഴുവൻ നന്മ പ്രവൃത്തികളും വിശുദ്ധ കുർബാനയ്ക്ക് മുന്നിൽ വയ്ക്കുക. ആ നന്മകൾ വിശുദ്ധ കുർബാന എന്ന പർവ്വതത്തിന് മുന്നിലെ വെറും മണൽത്തരികൾ മാത്രമായിരിക്കും. നോക്കണം, കാരണം ഈ ലോകത്തിലെ സകല നന്മ പ്രവൃത്തികളും മനുഷ്യൻ ചെയ്യുന്ന എല്ലാ നന്മ പ്രവൃത്തികളും കൊണ്ടുവച്ച് കഴിഞ്ഞാലും വിശുദ്ധ കുർബാന എന്ന് പറയുന്ന മഹാപർവ്വതത്തിൻ്റെ മുമ്പിൽ ഒരു മണൽത്തരി പോലെയായിരിക്കും എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ കുർബാനയുടെ ശക്തി മഹത്വം നമ്മൾ ധ്യാനിക്കണം. വിശുദ്ധ കുർബാനയെ ധ്യാനിക്കാതെ പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുന്നത്, തകർച്ചകൾ സംഭവിക്കുന്നത്. കുർബാനയിൽ നിന്ന് അകലുമ്പോഴാണ് നമുക്ക് ജീവൻ നഷ്ടപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ജോൺ മേരി വിയാനി വീണ്ടും പറയുകയാണ്, രക്തസാക്ഷിത്വം വിശുദ്ധ കുർബാനയ്ക്ക് മുൻപിൽ ഒന്നുമല്ല. പ്രിയമുള്ളവരെ, രക്തസാക്ഷികളുണ്ട്. നമുക്കറിയാം, സഭയിൽ ഒത്തിരിയേറെ രക്തസാക്ഷികളുണ്ട്. ആ രക്തസാക്ഷികളൊക്കെ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ വെച്ച് നോക്കുമ്പോൾ അത് ഒന്നുമല്ല. കാരണം അത് മനുഷ്യൻ ദൈവത്തിന് അർപ്പിക്കുന്ന ബലിയാണ്. രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് മനുഷ്യൻ ദൈവത്തിന് അർപ്പിക്കുന്ന ബലിയാണ്. എന്നാൽ ദിവ്യകാരുണ്യം മനുഷ്യന് വേണ്ടി ദൈവം അർപ്പിക്കപ്പെട്ടതാണ്. മനുഷ്യന് വേണ്ടി ദൈവം ബലിയർപ്പിക്കപ്പെട്ടതാണ് വിശുദ്ധ കുർബാന എന്ന് ജോൺ മേരി വിയാനി പറയുമ്പോൾ, ഓരോ അൾത്താരയിലും ദൈവം എനിക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടുകയാണ്, ബലിയായി തീരുകയാണ്. ആ ബലിയുടെ ശ്രേഷ്ഠത നമുക്കറിയാം. പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും ഈ ലോകത്തിലെ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നുമൊക്കെ നമ്മളെ സ്വതന്ത്രമാക്കുന്നതാണ് ആ ബലിയുടെ ശക്തി. അതുകൊണ്ട് വിശുദ്ധ കാതറിൻ എമറിക്ക് പറയുന്നത്, അലക്ഷ്യമായി അർപ്പിക്കുന്ന ഓരോ വിശുദ്ധ ബലിയും മഹാ അപരാധമാണ്. അലക്ഷ്യമായി നമ്മൾ ബലിയിൽ പങ്കെടുക്കുമ്പോൾ, ആ ബലികർമ്മം ചെയ്യുന്ന വൈദികനാകാം, ആ ബലിയിൽ പങ്കെടുക്കുന്ന വിശ്വാസിയാകാം, അത് അലക്ഷ്യമായി ചെയ്യുമ്പോൾ അതൊരു മഹാ അപരാധമായി മാറുന്നുവെന്നാണ് കാതറിൻ എമറിക്ക് പറയുക. കാരണം വിശുദ്ധ കുർബാനയുടെ ശക്തി ആവോളം അനുഭവിച്ച വിശുദ്ധരാണ് ഇവരൊക്കെ. വിശുദ്ധ കുർബാനയിലെ ഈശോയെ മാത്രം സ്വീകരിച്ച് വർഷങ്ങൾ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് വിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച് ജീവിച്ച വിശുദ്ധർ നമ്മുടെ സഭയിലുണ്ടെന്ന് തിരിച്ചറിയണം. ഈ കുർബാനയുടെ ശക്തി, ആ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ അതിൻ്റെ ഭക്തിക്ക് യോഗ്യമായ രീതിയിൽ നമ്മൾ ഇടപെടുന്നുണ്ടോ? വിശുദ്ധ ജോൺ മേരി എസ്ക്രിയ പറയുന്നത്, സക്രാരിയെ സമീപിക്കുമ്പോൾ ഓർക്കുക, 2000 വർഷങ്ങളായി നിന്നെ കാത്തിരിക്കുന്ന പ്രണയമാണവൻ. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയിലേക്ക് ചെല്ലുമ്പോൾ, സക്രാരിയിൽ വസിക്കുന്ന ഈശോയുടെ അരികിലേക്ക് പോകുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ ആദ്യം വരേണ്ട ഒരു ചിന്ത എന്ന് പറയുന്നത് ഇതാണ്: 2000 വർഷങ്ങളായി അവൻ നമ്മളെ കാത്തിരിക്കുന്ന പ്രണയമാണ്, സ്നേഹമാണ്. കാരണം അവൻ നമ്മുടെ സാന്നിധ്യം ആഗ്രഹിച്ച് കാത്തിരിക്കുകയാണ്. വിശുദ്ധ കുർബാനയിൽ അണയുമ്പോൾ ഈ ചിന്ത നമുക്കുണ്ടായിരിക്കണം. പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം ഒരു വാക്കുകൊണ്ട് ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ അത് സംഭവിക്കുവാൻ ശക്തിയുള്ള ഒരു ദൈവം, ആ ദൈവത്തിൻ്റെ അരികിലേക്കാണ് ഞാൻ പോകുന്നതെന്നുള്ള ചിന്ത വേണം. വിശുദ്ധ ഫൗസ്റ്റീന വിശുദ്ധ കുർബാനയെ സ്നേഹിച്ച വ്യക്തിത്വമായിരുന്നു. വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെയാണ് ഈശോയുടെ കാരുണ്യം ഈ ലോകത്തിന് മനസ്സിലാക്കുവാൻ ദൈവം ഇടയാക്കിയത്. നമുക്കറിയാം, കോൺവെൻറ്റിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ സഹനത്തിൻ്റെ, വേദനയുടെ, തിരസ്കരണത്തിൻ്റെയൊക്കെ അനുഭവങ്ങളിലൂടെ ഫൗസ്റ്റീന കടന്നു പോകുമ്പോഴൊക്കെ ഫൗസ്റ്റീനയെ ബലപ്പെടുത്തിയത് ദിവ്യകാരുണ്യത്തിലെ ഈശോയാണ്.
ദിവ്യകാരുണ്യവുമായുള്ള ബന്ധമാണ്. അതുകൊണ്ടാണ് ഫൗസ്റ്റീന പറയുന്നത്, ദിവ്യകാരുണ്യം സ്വീകരിക്കാത്ത ദിവസത്തെ ഞാൻ ഭയപ്പെടുന്നു. ഒരു ദിവസം പോലും ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ കഴിയാത്ത ഒരു ജീവിതം ഉണ്ടാകരുതെന്ന് വാശി പിടിച്ച വിശുദ്ധരെ നമുക്ക് കാണാൻ പറ്റും. ഒരു ദിവസം പോലും ദിവ്യകാരുണ്യം അത് ജീവിതത്തിൽ നഷ്ടപ്പെടാതിരിക്കുവാൻ ത്യാഗം സഹിക്കുകയും വില കൊടുക്കുകയും ചെയ്യുന്ന അനേകർ ഇന്ന് നമ്മുടെ ലോകത്തിലുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. മൈലുകൾ താണ്ടി വിശുദ്ധ കുർബാനയിൽ കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. നമ്മുടെ അടുത്തൊക്കെ ദേവാലയങ്ങളുണ്ടായിട്ടും വിശുദ്ധ കുർബാനയോടുള്ള നമ്മുടെ സമീപനവും മനോഭാവവും എന്താണെന്ന് നമ്മളൊന്ന് ധ്യാനിക്കുന്നത് നന്നായിരിക്കും. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ജീവിതത്തിൽ ഒരു സംഭവം ഇപ്രകാരമാണ്. വിശുദ്ധ ഫൗസ്റ്റീന ഒരു ദിവസം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കൂദാശ വചനങ്ങൾ ഉച്ചരിക്കേണ്ട സമയം, ആ സമയത്ത് വൈദികൻ കൂദാശ വചനങ്ങൾ പറഞ്ഞ് ഉയർത്തുവാനിരുന്ന ആ തിരുവോസ്തിയിൽ ഈശോ വന്നിരുന്നത് വിശുദ്ധ ഫൗസ്റ്റീന കാണുകയാണ്. സംഭവം ഇപ്രകാരമാണ്. ദിവ്യകാരുണ്യത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഓശാന ഗീതങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അൾത്താരയിൽ മാലാഖമാരും വിശുദ്ധരും ഒക്കെ അവിടെ ഒരുമിച്ച് കൂടി. ആ സമയം വിശുദ്ധ ഫൗസ്റ്റീന കാണുകയാണ് പരിശുദ്ധ മറിയവും അമ്മയുടെ കയ്യിൽ ഉണ്ണിയായ ഈശോയും. അല്പസമയം കഴിഞ്ഞപ്പോൾ വൈദികൻ ഉയർത്താനിരുന്ന തിരുവോസ്തിയിൽ മറിയത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ഈശോ ഇറങ്ങിച്ചെന്നിരിക്കുന്നു. മറിയം പുഞ്ചിരിച്ചുകൊണ്ട് വിശുദ്ധ ഫൗസ്റ്റീനയോട് പറഞ്ഞു, ഓരോ വിശുദ്ധ കുർബാനയിലും ഇതാണ് മകളെ സംഭവിക്കുന്നത്. ഈ ഓരോ വിശുദ്ധ കുർബാനയിലും ഞാൻ എൻ്റെ പുത്രനെ നിങ്ങൾക്കായി നൽകുകയാണ്. പ്രിയമുള്ളവരെ, ഫൗസ്റ്റീന പിന്നെ കാണുന്നത് വൈദികൻ ഉയർത്തുന്ന തിരുവോസ്തിയിൽ ആ മറിയത്തിൻ്റെ കരങ്ങളിലിരുന്ന് ഉണ്ണിയായ ഈശോയെയാണ്. പ്രിയമുള്ളവരെ, ഇതുപോലുള്ള അനേകം ദർശനങ്ങൾ ഇന്നും വിശുദ്ധ കുർബാനയിലൂടെ ഈശോ നൽകിക്കൊണ്ട് വിശുദ്ധ കുർബാനയുടെ തൻ്റെ സജീവ സാന്നിധ്യത്തെ നമ്മളെ ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ ഫ്രാൻസിസ് പാപ്പ സഭയെ വിശുദ്ധിയിലും സ്നേഹത്തിലും കാരുണ്യത്തിലും നയിക്കുന്ന ഫ്രാൻസിസ് പാപ്പ പറയുന്നത് വിശുദ്ധ കുർബാന കാണലും കേൾക്കലുമല്ല. ഇന്ന് പലർക്കും വിശുദ്ധ കുർബാന കാണലും കേൾക്കലുമായി തരം താഴുകയാണ്. എവിടെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ വിശുദ്ധ കുർബാന കാണാൻ പോകുന്നു, വിശുദ്ധ കുർബാന കേൾക്കാൻ അല്ല. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് കാണലും കേൾക്കലുമല്ല. ഫ്രാൻസിസ് പാപ്പ പറയുകയാണ്, പങ്കെടുക്കലും പങ്കിടലുമാണ്. അവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കണം. ഓരോ വിശുദ്ധ കുർബാനയിലും വിശുദ്ധ ബലിയിലും നമുക്ക് പങ്കെടുക്കാൻ കഴിയണം, പങ്കിടാൻ കഴിയണം, അവനെ സ്വീകരിക്കാൻ കഴിയണം. ദിവ്യകാരുണ്യത്തിലെ ഈശോയെ പങ്കിടാനായിട്ടുള്ള ഒരു അവസ്ഥ കൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പ്രിയമുള്ളവരെ, ഒരു സംഭവം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഈ തിരുവചനത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞില്ലേ, വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് കാണലും കേൾക്കലുമല്ല, പങ്കെടുക്കലും പങ്കിടലുമാണ്. ഇന്ന് പലരും വിശുദ്ധ കുർബാനയിലൊക്കെ വന്നിട്ട് മുട്ടുകുത്തേണ്ട സമയത്ത് പോലും മുട്ടുകുത്താതെ നിൽക്കുന്നവരെ കാണുമ്പോൾ സങ്കടം തോന്നും. വിശുദ്ധ കുർബാന ആരംഭം മുതൽ അവസാനം വരെ ഭക്തിയോടെ കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ഓരോ സമയത്തും ചെയ്യേണ്ട ആ പോസ്റ്ററൊക്കെ അനുസരിച്ച് അതിന് ചേർന്ന വിധം കുർബാനയിൽ പങ്കെടുക്കാതെ എന്തോ കാണുവാനായിട്ടുള്ള മനോഭാവത്തോടെ വന്നു നിൽക്കുന്നവരെ കാണുമ്പോൾ പ്രിയമുള്ളവരെ സങ്കടം തോന്നും. ഈശോയുടെ സങ്കടം അതിനേക്കാൾ അധികമാണ്. നമ്മുടെയൊക്കെ വിശ്വാസരാഹിത്യം കാണുമ്പോൾ അവൻ ചങ്ക് മുറിച്ച് അവൻ ഭക്ഷണപാനീയമായി തൻ്റെ തിരുശരീര രക്തങ്ങൾ വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് നൽകുവാനായിട്ട് അവൻ സ്നേഹത്തോടെ ആ പ്രണയത്തോടെ അവൻ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ നിസ്സംഗരായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ അവൻ്റെ ചങ്ക് കുത്തിമുറിക്കുകയാണ്. അവൻ്റെ ചങ്കിനെ നമ്മൾ കുത്തിമുറിക്കുകയാണ്. പ്രിയമുള്ളവർ, ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ജോമോൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ അനുഭവം. അദ്ദേഹത്തിന് 41 വയസ്സുള്ളപ്പോൾ അദ്ദേഹം എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിലൊക്കെ പോകുന്ന വ്യക്തിയാണ്. ചെറുപ്രായം മുതലേ തന്നെ ദൈവത്തോട് ഐക്യപ്പെട്ട ഒരു ജീവിതമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ആ ഈശോയോടുള്ള സ്നേഹത്തിൽ നിന്ന് കുർബാന മുടങ്ങാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുമായിരുന്നു. കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുട്ടിന് രണ്ടും ഒരു രോഗം ബാധിച്ചു. അദ്ദേഹത്തിന് നടക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയായി. കാരണം നേരെ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. വിശുദ്ധ കുർബാനയിൽ ചെന്ന് മുട്ടുകുത്തി നിന്ന് ദിവ്യകാരുണ്യ ഈശോയെ ആരാധിക്കേണ്ടതൊക്കെ അത് പറ്റുന്നില്ലല്ലോ എന്നുള്ള നൊമ്പരവുമായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു 2008. അദ്ദേഹം ഈ അടുത്ത സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് ആ സ്കാനിങ് റിപ്പോർട്ട് മറ്റുള്ളതെല്ലാം കൊണ്ടുവന്നിട്ട് അദ്ദേഹം ഈ അനുഭവിച്ച അത്ഭുതത്തെക്കുറിച്ച് എന്നോട് പങ്കുവെച്ചതാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, അദ്ദേഹം
പറയുന്ന അനുഭവം ഇതാണ്. കാരണം ദിവ്യ കുർബാനയിൽ, വിശുദ്ധ കുർബാനയിൽ ചെന്ന് മുട്ടുകുത്താനായിട്ട് പറ്റുന്നില്ല. ഡോക്ടർമാർ പറഞ്ഞു ഇത് പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നതല്ല, ഓപ്പറേഷൻ വേണമെങ്കിൽ ചെയ്താൽ ശരി, അല്പം നടക്കാനൊക്കെ നേരായ രീതിയിൽ നടക്കാൻ പറ്റും, പക്ഷേ മുട്ടുകുത്താനായിട്ട് ഒരിക്കലും പറ്റില്ല എന്ന് ഡോക്ടർമാരും വിധി എഴുതി. വല്ലാത്ത നൊമ്പരമായി. കാരണം വിശുദ്ധ കുർബാനയിൽ എനിക്കെങ്ങനെ മുട്ടുകുത്താതെ നിൽക്കാൻ പറ്റും? വിശുദ്ധ കുർബാനയിൽ എൻ്റെ ഈശോ അവൻ തൻ്റെ തിരുശരീര രക്തങ്ങൾ മുറിച്ച് നൽകുമ്പോൾ, അവൻ തൻ്റെ സ്നേഹവും കരുണയും കരുതലും എന്നിലേക്ക് ഒഴുക്കുമ്പോൾ എനിക്ക് മുട്ടുകുത്തി അവനെ ആരാധിക്കാതിരിക്കാൻ എങ്ങനെ പറ്റുമെന്നുള്ള നൊമ്പരം ഉള്ളിലൊതുക്കിക്കൊണ്ട് ഈ മനുഷ്യൻ, ഈ ജോമോൻ, ഒരു ദിവസം ഞങ്ങളുടെ ആശ്രമത്തിലുള്ള ദൈവദാസൻ തിയോഫിനച്ചൻ്റെ ആ കബറടക്കത്തിൽ അദ്ദേഹം കഷ്ടപ്പെട്ട് വന്നു. അവിടെ വന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കാനായിട്ട് അവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ദൈവദാസൻ തിയോഫിനച്ച എന്നെ സഹായിക്കണം. കാരണം വിശുദ്ധ കുർബാനയിൽ എനിക്ക് മുട്ടുകുത്തി പങ്കെടുക്കണം. പ്രിയമുള്ളവരെ, ഈ മനുഷ്യൻ്റെ വിശ്വാസം നമ്മളൊന്ന് തിരിച്ചറിയണം. ഈ ജോമൻ അദ്ദേഹം 2008 നവംബർ മാസം 15-ാം തീയതിയൊക്കെ ആ സ്കാനിങ് റിപ്പോർട്ടെല്ലാം വാങ്ങിച്ച് ഇനി ഒരിക്കലും മുട്ടുകുത്താൻ പറ്റില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയ ഒരവസ്ഥ. പക്ഷേ ദിവ്യകാരുണ്യ ഈശോയോടുള്ള സ്നേഹം കൊണ്ട് മുട്ടുകുത്തി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഈ മനുഷ്യൻ ആ ദൈവദാസൻ്റെ കബറടക്കത്തിൽ വന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഞാനിപ്പോൾ മുട്ടുകുത്തും, എൻ്റെ മുട്ട് പൊട്ടിപ്പോകുന്നെങ്കിൽ പൊട്ടിപ്പോകട്ടെ, ഈ നിമിഷം ഞാൻ മുട്ടുകുത്തും. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ മുട്ടുകുത്തി ദിവ്യകാരുണ്യ ഈശോയിൽ ആരാധിക്കുവാൻ എനിക്കൊരനുഗ്രഹം ദൈവമേ നീ ഇപ്പോൾ എനിക്ക് തരണം. ദൈവദാസൻ തിയോഫിനച്ച എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. അദ്ദേഹം മുട്ടുകുത്തി. പ്രിയമുള്ളവരെ, ആ നിമിഷം ദൈവത്തിൻ്റെ ശക്തി, അത്ഭുതം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. പിന്നെ ഒരിക്കലും അദ്ദേഹത്തിന് മുട്ടുകുത്തുമ്പോൾ വേദനയില്ല, നടക്കുവാനായിട്ട് ഒരു പ്രയാസവുമില്ല. ഇന്നും അദ്ദേഹം വിശുദ്ധ കുർബാനയിൽ ഭക്തിയോടെ പങ്കെടുക്കുവാനും മുട്ടുകുത്തി ഈശോയെ ആരാധിക്കുവാനും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇന്ന് നമുക്കൊക്കെ ആരോഗ്യമുണ്ട്, ഒരു കുഴപ്പവുമില്ല, എന്നിട്ടും നമ്മൾ വിശുദ്ധ ബലിയിൽ കടന്നു വന്നിട്ട് അവനെ സ്നേഹത്തോടെ ആരാധിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? മുട്ടുകുത്തുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് ഈ ദിനത്തിൽ നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, നമ്മുടെ ബെനഡിക്റ്റ് 16-ാമൻ പാപ്പ അദ്ദേഹം പറയുന്നത് എല്ലാ ഭക്തികളുടെ രാജ്ഞി എന്ന് പറയുന്നത് വിശുദ്ധ ബലിയിലുള്ള പങ്കെടുക്കലാണ്. എൻ്റെ ഭക്തി എത്രമാത്രം വലുതാണെന്ന് എൻ്റെ വിശുദ്ധ കുർബാനയിലുള്ള എൻ്റെ പങ്കാളിത്തത്തെ ഒന്ന് ധ്യാനിച്ചാൽ മതി, ഒന്ന് വിശകലനം ചെയ്താൽ മതി. ലോകത്തെ നവീകരിക്കുവാനായിട്ടുള്ള ക്രിയാത്മകമായ ഊർജം ദിവ്യകാരുണ്യമാണ്. നമ്മുടെ വ്യക്തിജീവിതത്തെ നവീകരിക്കണമെങ്കിൽ, നമ്മുടെ കുടുംബങ്ങളെ നവീകരിക്കണമെങ്കിൽ, ലോകത്തെ തന്നെ നമുക്ക് നവീകരിക്കണമെന്നുണ്ടെങ്കിൽ വിശുദ്ധ കുർബാനയിൽ ദിവ്യകാരുണ്യത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാനും അതിന് യോഗ്യമായി ജീവിക്കുവാനും തയ്യാറായാൽ മതി. വിശുദ്ധ മദർ തെരേസയുടെ ജീവിതം നമുക്കറിയാം. ഓരോ ദിവസവും മദർ ആരംഭിച്ചത് വിശുദ്ധ ബലിയിലൂടെയാണ്. മദറിൻ്റെ വാക്കുകളിൽ തന്നെ മദർ പറയുകയാണ്, ഓരോ ദിവസവും ഞാൻ ആരംഭിക്കുന്നത് അപ്പത്തിൽ മറഞ്ഞിരിക്കുന്ന ദിവ്യകാരുണ്യനാഥനെ സ്വീകരിച്ചുകൊണ്ടാണ്. അപ്പത്തിൽ മറഞ്ഞിരിക്കുന്ന ദിവ്യകാരുണ്യനാഥനെ സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ ദിവസവും ആരംഭിക്കുന്നത്. അതുകൊണ്ടെന്താണ്, ജീവിതത്തിൽ ഉടനീളം അവൻ്റെ സ്നേഹവും കരുണയും മറ്റുള്ളവർക്ക് മുറിച്ചു കൊടുക്കുവാൻ മദർ തെരേസയ്ക്ക് സാധിച്ചു. വിശുദ്ധ ജെറോം, വലിയ പണ്ഡിതൻ, ബൈബിളിലെ വലിയ പണ്ഡിതനായിരുന്ന വിശുദ്ധ ജെറോം പറയുന്നത്, വഴിയിൽ തളരാതിരിക്കുവാൻ യഹൂദർക്ക് മരുഭൂമിയിൽ അപ്പം നൽകിയ ക്രിസ്തു ദിവ്യകാരുണ്യ രഹിതമായ ഒരു സ്വർഗപാത ഇല്ലെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. കാരണം യഹൂദജനം, ഇസ്രായേൽ ജനം കാനാൻ ലക്ഷ്യമാക്കി യാത്രയുള്ള ആ യാത്രയിൽ തളരാതിരിക്കുവാൻ ദൈവം ആ ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിൽ അപ്പം നൽകി. കാരണം ആ അപ്പത്തിൻ്റെ ബലത്തിലാണ് കാനായിൽ അവരെത്തിച്ചേരുവാനായിട്ട് സാധിച്ചത്. അതുപോലെ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത് ദിവ്യകാരുണ്യരഹിതമായ ഒരു സ്വർഗീയ പാത നമുക്കില്ല. സ്വർഗത്തിലേക്കുള്ള യാത്രയാണ് മനുഷ്യജീവിതം. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ സ്വർഗം ലക്ഷ്യം വെച്ചുള്ള യാത്രയാണെന്ന് നമുക്കറിയാം. ഈ സ്വർഗം ലക്ഷ്യം വെച്ചുള്ള യാത്രയിൽ ദിവ്യകാരുണ്യത്തെ മാറ്റിവെച്ചുകൊണ്ട് നമുക്കൊരു പാതയില്ലെന്ന് വിശുദ്ധ ജെറോം പറയുകയാണ്. ഞായറാഴ്ച 1 മണിക്കൂറെങ്കിലും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ നിത്യതയിൽ അവനോടൊപ്പം എങ്ങനെ ആയിരിക്കാൻ കഴിയും? ഞായറാഴ്ച നമുക്ക് വിശുദ്ധ കുർബാനയിൽ 1 മണിക്കൂർ അതിൻ്റെ ശ്രദ്ധയോടെ, അത് പൂർണ്ണമായ ഭക്തിയോടെ പങ്കെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ഭൂമിയിലെ ഏതാനും നാളുകളുള്ള ജീവിതം അത് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ നിത്യതയിൽ അവനോടൊപ്പം നമുക്ക് എങ്ങനെ പങ്കെടുക്കാൻ കഴിയുമെന്നാണ് ചോദിക്കുന്നത്. വിശുദ്ധ ഡൊമിനിക് സാവി പറയുന്നത്, എനിക്ക് ഈ ലോകത്തിൽ ആനന്ദിക്കുവാൻ ദിവ്യകാരുണ്യ ഈശോയോടുള്ള ബന്ധം മാത്രം മതി.
ഇന്ന് നമ്മുടെയൊക്കെ ആനന്ദം എന്താണ്? വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാനായിട്ട് പറയുമ്പോൾ നമുക്ക് ആനന്ദമുണ്ടോ? ഇന്ന് പലപ്പോഴും ഇതൊരു ഭാരമുള്ള ചുമടായിട്ട്, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനായിട്ട് പറയുന്നത് ഒരു ഭാരമുള്ള ചുമടായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഈശോയെ അറിഞ്ഞിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, അൾത്താരയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുമ്പോൾ എണ്ണമറ്റ മാലാഖമാർ ദിവ്യകാരുണ്യത്തെ ആരാധിച്ചുകൊണ്ട് ദേവാലയം നിറയുന്നുവെന്നാണ് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്നത്. കാരണം ഞാൻ മാത്രമല്ല, വിശുദ്ധ ബലിയിൽ അവിടെ പങ്കെടുക്കുമ്പോൾ പ്രിയമുള്ളവരെ, സ്വർഗം ആ അൾത്താരയ്ക്ക് ചുറ്റും കടന്നു വരികയാണ്. ഓരോ വിശുദ്ധ ബലിയിലും ആദ്യം മുതൽ അവസാനം വരെ എനിക്ക് ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനായിട്ട് കഴിയുന്നുണ്ടോ? ഉച്ചത്തോടെ പ്രാർത്ഥിക്കുവാനായിട്ട്, ഉറച്ച സ്വരത്തോടെ പ്രത്യുത്തരം കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ എനിക്ക് വിശുദ്ധ കുർബാനയിൽ കഴിയുന്നുണ്ടോ? ഒരുക്കത്തോടെ ഭക്തിയോടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ദിവ്യകാരുണ്യ സ്വീകരിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ എന്ന് ഈ ദിനത്തിൽ നമ്മൾ ചോദിക്കണം. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാന ജീവിതം, വിശുദ്ധ കുർബാനയുടെ അനുഗ്രഹം അസംഖ്യമാണെന്നാണ് പറയുന്നത്. പാപി ദൈവവുമായി അനുരഞ്ജനപ്പെടുന്നു, നീതിമാൻ ഉപരിനീതി നേടുന്നു, പാപങ്ങൾ പിഴുതെറിയപ്പെടുന്നു, പിശാചിൻ്റെ പദ്ധതികൾ തകർക്കപ്പെടുന്നു, നന്മകളും യോഗ്യതകളും വർദ്ധിക്കുന്നു. 5 കാര്യങ്ങൾ വിശുദ്ധ ലോറൻസ് ജസ്റ്റീനിയൻ അദ്ദേഹം പറയുകയാണ്. വിശുദ്ധ ലോറൻസ് ജസ്റ്റീനിയൻ പറയുകയാണ്, നമ്മൾ ഓരോ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും 5 കാര്യങ്ങൾ നടക്കുക. പാപി ദൈവവുമായി അനുരഞ്ജനപ്പെടുന്നു, നീതിമാൻ ഉപരിനീതി നേടുന്നു, കൂടുതൽ നീതിയിലേക്ക് അവൻ വളരുന്നു, പാപങ്ങൾ പിഴുതെറിയപ്പെടുന്നു. മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ ഭക്തിയോടെ പങ്കെടുത്ത് നോക്കിയേ, നമ്മുടെ പല പാപത്തിൻ്റെ വേരുകളും അറുക്കപ്പെടും. പാപങ്ങൾ പിഴുതെറിയപ്പെടുന്നു, പിശാചിൻ്റെ പദ്ധതികൾ തകർക്കപ്പെടുന്നു. പിശാച് ഇന്ന് കൊല്ലാനും മോഷ്ടിക്കുവാനും നശിപ്പിക്കുവാനും ഇന്ന് തന്ത്രപൂർവ്വം ഓടി നടക്കുകയാണ്. അവൻ്റെ പദ്ധതികൾ തകർക്കപ്പെടണമെങ്കിൽ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുത്ത് പ്രാർത്ഥിച്ചാൽ മതി. നന്മകളും യോഗ്യതകളും വർദ്ധിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൻ്റെ കരുത്താണെന്ന് ഓരോ ദിവസവും തിരിച്ചറിയണം. വിശുദ്ധ കുർബാനയെ നമുക്ക് സ്നേഹിക്കുന്നവരാകാം. വിശുദ്ധരൊക്കെ വിശുദ്ധരായി മാറിയത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. വിശുദ്ധ ബലിയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ വസ്ത്രധാരണ, വിശുദ്ധ ബലിയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ മനോഭാവങ്ങളൊക്കെ ഒന്ന് രൂപാന്തരപ്പെടുവാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർബാനയില്ലാതെ ക്രിസ്തീയ വിശ്വാസ ജീവിതമില്ല. വിശുദ്ധ കുർബാനയില്ലാതെ നിനക്ക് ഈശോയുമായുള്ള ബന്ധത്തിൽ ആഴപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്നവരാകാം. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ലെന്ന് അരുൾ ചെയ്ത് ഞങ്ങളോടൊപ്പം ആയിരിക്കുവാനാണല്ലോ അവിടുന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. ദിവ്യകാരുണ്യത്തിൽ ഈശോയോടുള്ള ആ ബന്ധത്തിൽ ആഴപ്പെടുവാൻ, ദിവ്യകാരുണ്യത്തെ സ്നേഹിച്ച് വിശുദ്ധ കുർബാനയോട് ഐക്യപ്പെട്ട് വിശുദ്ധിയിൽ വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ കുർബാനയിൽ നിന്ന് അകറ്റുന്ന എല്ലാ തിന്മയുടെ അന്ധകാര ശക്തികളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. വിശുദ്ധ കുർബാനയുടെ അമ്മയായ പരിശുദ്ധ മറിയമേ, ദിവ്യകാരുണ്യത്തിലെ ഈശോയെ സ്നേഹിക്കുവാനും ആ ഈശോയോട് ഐക്യപ്പെട്ട് വിശുദ്ധിയുടെ ജീവിതം നയിച്ച് മറ്റുള്ളവർക്ക് മുറിച്ചു നൽകുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.